വെല്ലുമത്തി ആയതുകൊണ്ട് 1 കിലോ മത്തി മേടിച്ച് നല്ല അടിപൊളിയായിട്ട് മത്തിക്കറി വെക്കണം. വെട്ടി വൃത്തിയായി കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ജാറിൻ്റെ അകത്തോട്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ച കുരുമുളക്, ഇതേപോലെ തന്നെ പഴുത്ത 2 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് അരച്ചോണ്ട് വരും. ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരു നുള്ള് ഉലുവ, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്, 2-3 പച്ചമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രേവി എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആ എണ്ണയൊക്കെ തെളിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ജാറിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ്. ഒരു 2-3 കുടംപുളി ആ വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിനി ഒന്ന് മൂടി അങ്ങോട്ട് വെക്കണം. നല്ല ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട ഇതേപോലെ ഒന്ന് കറക്കി കൊണ്ട് ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ്. ഇതൊക്കെ നിർത്താം. അപ്പോൾ ഇത് ഒന്ന് താത്ത് വെക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഈ മത്തിക്കറി. ഇതേപോലെ ചെയ്ത് നോക്കും.